CPO പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഇപ്പം CPO പരീക്ഷയും ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഇനി മുതലുള്ള കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചാൽ പരീക്ഷ പാസ്സാകാൻ സാധിക്കുന്ന എന്തെങ്കിലും അൾട്ടിമേറ്റ് ടെക്നിക്സ് ഉണ്ടോ എന്ന് ചോദിച്ച് ധാരാളം വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പുതിയ പാറ്റേൺ PSC പരീക്ഷയിൽ LDC മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷയിലും പുതിയ പാറ്റേണുകൾ ചില അൾട്ടിമേറ്റ് ടെക്നിക്സ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ മാർക്ക് കൂടിയിരിക്കും. ഈ വരാൻ പോകുന്ന CPO പരീക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മാർക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റും, 100% ഉറപ്പാണ്. ഇന്നലെ ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് കാണുക. CPO പരീക്ഷ എഴുതുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നലെ ചെയ്ത വീഡിയോ കാണുക. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇന്നലത്തെ വീഡിയോ പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടും. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഇത്തരത്തിലുള്ള റെയർ മെറ്റീരിയൽസും മെൻറ്റർഷിപ്പും ഒക്കെ അവിടെ നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാം കേട്ടോ. അതായത് CPO പരീക്ഷയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം അനലൈസ് ചെയ്ത് ഹോട്ട് ടോപ്പിക്സിൻ്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ധാരാളം ഫ്രീ കണ്ടന്റ്, ഡെയിലി ചോദ്യങ്ങൾ, ഡെയിലി മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ നടത്തുന്നുണ്ട്. മിസ് ഔട്ട് ചെയ്യരുത്. കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മിസ് ഔട്ട് ചെയ്യരുത്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ റിവിഷൻ നടത്തണമെന്ന് ആഗ്രഹിച്ച് കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ തരുന്ന സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ PDF റിസർച്ച് ബേസ്ഡ് ഡോക്യുമെൻ്റ് ആണ്. അത് മാത്രം പഠിക്കുക. ഇനിയുള്ള ദിവസം അതിനുള്ള സമയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. കഴിഞ്ഞ എല്ലാ പരീക്ഷയും വിശകലനം ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ടോപ്പിക് ബേസ്ഡ് PDF ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ പാനിക്കാവും. കാര്യം പഠിക്കാത്ത ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അത്തരത്തിൽ പഠിക്കാത്ത നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് അറിവുള്ള ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ പറ്റുമല്ലോ. കാര്യം ഒരു 3-4 മാർക്ക്, ഇത്രയും മാർക്കിൻ്റെ ബേസിസിലാണ് ചിലപ്പോൾ 100 1000 റാങ്കുകൾ മാറുന്നത്. ഓരോ മാർക്കിനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള അൾട്ടിമേറ്റ് ടെക്നിക്കാണ് എലിമിനേഷൻ ടെക്നിക്സ്. നമ്മുടെ കോമൺ സെൻസ് വെച്ച് അറിയാത്തൊരു ചോദ്യം വന്നാൽ പോലും അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കുറേ ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ച ടെക്നിക്കാണിത്. ഈ ഒരു ചോദ്യം കഴിഞ്ഞ CPO പരീക്ഷയിൽ വന്ന ചോദ്യമാണിത്. നമുക്കിത് സ്പെഷ്യൽ ടോപ്പിക്സിലൊരു ചോദ്യം ഒന്ന് ചെയ്ത് നോക്കിയാലോ. കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ബിക്കോസ് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്സ് കാരണം പഠിച്ച പല കാര്യങ്ങളും മറന്നുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കോമൺ സെൻസ് അതൊരിക്കലും നിങ്ങൾക്ക് മറന്നുപോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇത് അത്തരത്തിലൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്താണ് സ്ത്രീധന മരണം എന്നുള്ള ചോദ്യം, അല്ലെ എന്താണ് സ്ത്രീധന മരണം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം എന്നുള്ള സംഭവിക്കുന്നത് അത് സ്ത്രീധന മരണമേ കണക്കാക്കുന്നു എന്ന് പറയുന്നത്. സപ്പോസ് വിവാഹത്തിന് ശേഷം 1 വർഷത്തിനകം അല്ലെങ്കിൽ 7 വർഷത്തിനകം തന്നെ കൊറോണ ബാധിച്ചോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ബാധിച്ചോ അല്ലെങ്കിൽ മഹാമാരി ബാധിച്ചോ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമാണോ? നോ. അപ്പോൾ ഏത് രീതിയിൽ മരിച്ചാലും സ്ത്രീധന മരണമാണെന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ലോജിക്കിനെ വെല്ലുവിളിക്കുന്ന, കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അത് വെട്ടിക്കളയാം. ഇനി നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മുകളിലുള്ളതൊന്നും സ്ത്രീധന മരണമല്ലെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അതെന്തോ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാര്യം അസ്വാഭാവികമായിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിച്ചൊരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മുകളിലുള്ള ഒന്നും സ്ത്രീധന മരണമല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്പെസിഫിക്കാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ 7 വർഷം ഉള്ളതിന് വരെ 12 വർഷമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് കോമൺ സെൻസ് വെച്ച് 50-50 എത്തി. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, സ്ത്രീധന മരണം സംഭവിക്കാൻ സാധ്യതയുള്ളത് വിവാഹത്തിന് ശേഷം ഒരു 7 വർഷത്തിനുള്ളിലാണെന്ന് 12 വർഷത്തിനുള്ളിലായിരിക്കുമോ? സ്ത്രീധന മരണങ്ങൾ പൊതുവെ സംഭവിക്കുന്നത് വിവാഹത്തിന് ശേഷം ഇപ്പോൾ പത്രവാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്നാണോ അതോ ഒരു 10 കൊല്ലത്തിനൊക്കെ ശേഷമാണോ സ്ത്രീധനത്തിന് വരെ അടി ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും? നമ്മൾ വിസ്മയ കൊലക്കേസ് പോലുള്ള പല കേസുകളും കണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുക, ഈ 12 വർഷത്തിനുള്ളിലാണോ 7 വർഷത്തിനുള്ളിലാണോ നമുക്ക് സംഭവിക്കാൻ സാധ്യത? 7 വർഷം. അപ്പോൾ ഇതിന് ഉത്തരം B ആണ്. അപ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ CPO ബാച്ചിലും ഈ രീതിയിലാണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്തത്. നിങ്ങൾക്ക് സിലബസ് ഇൻ ഡെപ്ത് കവർ ചെയ്ത് കിട്ടും. അതാണ് നമ്മുടെ ഫിലോസഫി തന്നെ. അതാണ് ആഴത്തിൽ പഠിക്കുക, കൂടെ കറക്കി കുത്താനും പഠിക്കുക. ഇൻ ഡെപ്ത് നോളജ് സിലബസിനകത്ത് ഓരോ കീവേഡ്സ് നിങ്ങൾക്ക് വേണം. കാരണം സിവിൽ സർവീസസ് എന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് +2 ലെവലിലേക്ക് വരുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ കൃത്യമായിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിനോട് കറക്കി കുത്താനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഈ രീതിയിൽ കിട്ടുന്നത് സ്മാർട്ട് ക്ലാസ്സസ് വെച്ചിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന CPO ബാച്ച് നിങ്ങൾക്ക് കിട്ടുക. വളരെ അഫോർഡബിൾ ആയിട്ട് ഫീസ് സ്ട്രക്ചറിൽ സിവിൽ സർവീസസിലെയും കേരള PSCയിലെ വിദഗ്ധർ നയിക്കുന്ന ഒരു ബാച്ച് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാക്കയെ പ്രണയിച്ചവർക്ക് ആ ബാച്ചിലേക്ക് ഇപ്പോഴേ സ്വാഗതം വരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ LDC ബാച്ചസിലും
ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ LDC ബാച്ച് കേരളത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന LDC ബാച്ചാണ്. ടെസ്റ്റ് സീരീസിനകത്തും LDC ബാച്ചിലൊക്കെ നമ്മൾ ഈ രീതിയിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. സ്മാർട്ട് ക്ലാസ്സസ് വഴി എലിമിനേഷൻ ടെക്നിക്സും സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് വഴി സിലബസും നമ്മൾ കൃത്യമായി കവർ ചെയ്ത് പോകുന്നു. സോ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചേരുമ്പോഴാണ് നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആവാൻ സാധിക്കുന്നത്. കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ ടെലിഗ്രാം മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റിൻ്റെയൊക്കെ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയാലോ. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണെന്നാണ് പലരും പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും, കാര്യം എക്സാം സമയമാണ്, നിങ്ങൾക്ക് ഒട്ടും സമയമില്ല യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇത് കണ്ടിട്ട് പോയിരുന്ന് പഠിക്കാം. ചോദ്യം എന്താണ്? ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇത് വട്ടം ഇട്ട് വയ്ക്കാം കേട്ടോ, ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള പറയുന്നത് നിങ്ങൾ വട്ടം ഇട്ട് വയ്ക്കാം. അപ്പോൾ 24ാമത്തെ ചോദ്യം നിങ്ങളിവിടെ ഒന്ന് നോക്കിയേ. ഈ 4th സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? ഇത് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഫാക്റ്റൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇപ്പം പലർക്കും അറിയായിരിക്കും, എക്സാം ഹോളിൽ കയറുമ്പോഴായിരിക്കും മറന്നു പോവാം. ഈ 4th സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റാണ്. അതിപ്പോൾ അവശിഷ്ടാധികാരമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഈ നിയമനിർമ്മാണം ആരുടെ കയ്യിലുള്ളതാണ്? അത് ഗവൺമെൻറ്റിലുണ്ട്, പാർലമെൻറ്റിനോ നിയമസഭയ്ക്കോ അല്ല എന്നുള്ള അധികാരമുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഏത് വിഷയത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ ഈ പറയുന്ന അവശിഷ്ടാധികാരത്തിലോ യൂണിയൻ ലിസ്റ്റിലോ എവിടെയാണെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള അധികാരം സർക്കാരിന് തന്നെ അല്ലേ? സർക്കാരിൻ്റെ ഒരു ഓർഗനായിട്ടുള്ള നിയമനിർമ്മാണ സഭയ്ക്ക് തന്നെ അല്ലേ? അപ്പോൾ 4th സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയായല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ 4th സ്റ്റേറ്റ്മെൻറ്റിലുള്ള 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, BD. അപ്പം തന്നെ നിങ്ങൾ ഇത് എലിമിനേറ്റ് കളഞ്ഞു, Aയും Cയും പോയി. ഇതിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ രണ്ടിലും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കോമണാണ്. അതായത് ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ഇതാണ് സ്മാർട്ട് ക്ലാസ്സസിൻ്റെ ബെനിഫിറ്റ്. നിങ്ങൾ ഇവിടെ മുതൽ A to Z വായിച്ചു തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കും. അയ്യോ എന്താണ്, കാനഡയാണോ ഓസ്ട്രേലിയ ആണോ ഒന്നും ഓർക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കും. പക്ഷേ നിങ്ങൾ ഈ സ്മാർട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഗുണം കണ്ടോ, Bയും Dയും മാത്രമേ ഉത്തരവാവുള്ളൂ, രണ്ടിലും 2 കോമൺ ഉണ്ട്. അപ്പം പിന്നെ ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല, അത് ശരിയായേ പറ്റുള്ളൂ. ഇനി അടുത്തത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ 1 ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് അല്ലേ? ഇപ്പം Bയോ Dയോ മാത്രമേ ഇതിൻ്റെ ആൻസർ വരത്തുള്ളൂ. ഇതിൽ 1 ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ സംശയം. മറ്റൊരു കാര്യം ക്ലിയർ ആയോ? 3rd സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങൾ ബേജാറാവണ്ട. എന്തുകൊണ്ടാണ്? Bയിലും Dയിലും 3rd സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അപ്പം നിങ്ങൾ സാധാരണ പഴയ പാറ്റേണിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ 3rd സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. മായം ചേർക്കൽ അതുണ്ടോ ഇല്ലയോ കൺഫ്യൂസ്ഡ് ആണ്. അതിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. ഇതാണ് സ്മാർട്ട് ക്ലാസ്സസ്. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എന്നെ റാങ്ക് ഹോൾഡർ ആക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ടെക്നിക്സാണ് ഇതെല്ലാം. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. നന്നായിട്ട് സിലബസ് പഠിക്കുക, അതിനോടൊപ്പം സ്മാർട്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷനകത്ത് ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് 3 എന്ന് പറയുന്ന സംഭവം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെപ്പറ്റി ആലോചിച്ച് വെറുതെ സമയം കളയാൻ പാടില്ലായിരുന്നു. ഇതാണ് നിങ്ങൾക്ക് സമയം ലാഭിക്കാനുള്ള വഴി. ഈ സമയം നിങ്ങൾ മാത്തമാറ്റിക്സും റീസണിങ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? സോ 3നെ പറ്റി കൺഫ്യൂസ്ഡ് ആവണ്ട. ഇനി അടുത്തൊരു ചോദ്യം 1 ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഇവിടെയാണ് നമുക്ക് ഇത്ര ആഴത്തിലുള്ള അറിവിൻ്റെ ആവശ്യം വരിക. നമ്മുടെ ബാച്ചസിലൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. കാര്യം റെസിഡ്യൂറി ലിസ്റ്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവശിഷ്ടാധികാരം എന്ന് വെച്ചാൽ എന്താ? യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ പറയാത്ത കാര്യങ്ങളാണ് അവശിഷ്ടാധികാരം. കൺകറൻറ്റ് ലിസ്റ്റിനകത്തും ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് പുതിയതായിട്ട് വരുന്ന ചില കാര്യങ്ങൾ. അത് ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് നമുക്ക് കമ്പ്യൂട്ടറൊന്നും ഇത്രയും വൈഡ് സ്പ്രെഡ് ആയിട്ടില്ല. IT ആക്റ്റൊക്കെ അടുത്ത കാലത്താണ് വരുന്നത്. അപ്പോൾ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് കാര്യങ്ങളൊന്നും അന്ന് അത്രയും പോപ്പുലർ അല്ല. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കമ്പ്യൂട്ടർ റിലേറ്റഡ് കാര്യങ്ങൾ എവിടെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. യൂണിയൻ ഗവൺമെൻറ്റിനാണോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണോ അതിന് അധികാരം എന്നുള്ളവരും പറഞ്ഞിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ബൈ ഡിഫോൾട്ട് ആർക്കാർക്കും അതിൻ്റെ അവകാശം കിട്ടുക? കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അല്ലെങ്കിൽ പാർലമെൻറ്റിനാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കുന്ന അവകാശം കിട്ടുക. സോ ഞാനീ പറയുന്നത് കുറച്ച് ടെക്നിക്കലാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ 2-3 പ്രാവശ്യം വീഡിയോ കണ്ട് ഈ ടെക്നിക്സ് ഒക്കെ ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങളെ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ, അതായത് PSCയിലെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ജോലി എന്നുള്ള സ്വപ്നത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ ഇതിൻ്റെ കൂടെ നിന്ന് കുറച്ച് ദിവസം കഷ്ടപ്പെട്ടാൽ മതി, നിങ്ങളുടെ ലൈഫ് മാറി മറിയും. അപ്പം ആ രീതിയിലൊന്ന് ആലോചിച്ച് കഴിയുമ്പോൾ ഭാവിയിൽ ക്രിപ്റ്റോ കറൻസി അല്ലേ, ക്രിപ്റ്റോ കറൻസി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത് ക്രിപ്റ്റോ കറൻസി ഒന്നും ഇല്ല, അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ് അതൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അത് എവിടെ ആയിരിക്കും കിടക്കുക? അവശിഷ്ടാധികാരത്തിലായിരിക്കും കിടക്കുക. അപ്പോൾ അതിനകത്ത് നിയമം നിർമ്മിക്കുന്ന അവകാശം ആർക്കാണ്? ഗവൺമെൻറ്റിനാണ്. അപ്പോൾ സൈബർ നിയമങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു ആലോചിച്ചാൽ മതി, അവശിഷ്ടാധികാരങ്ങളായിരുന്നു. സൈബർ നിയമങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ എന്ത് വരും? D ആണ് ഇതിൻ്റെ ഉത്തരം. D 1,
2 and 4. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അടുത്ത CPO പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിൽ സിലബസ് ഓരോ മുക്കും മൂരെ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അതും കേരള PSC റാങ്ക് ഫയൽസിലെ ഫാക്റ്റ് പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള ഇപ്പോൾ ലക്ഷ്മികാന്ത് എന്ന ടെക്സ്റ്റിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അല്ല, നല്ല രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ പറ്റിയ ടെക്സ്റ്റാണത്. ഈ ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് അരച്ച് കലക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്താലോ? മറ്റൊരു ചോദ്യം, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇവിടെ സ്ഥിരം ചോദ്യം അത് മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക ഇതിൽ പെടാത്തത് എന്താ അങ്ങനെ ചോദിക്കും. കോമൺ സെൻസ് മതി. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? മൗലിക അവകാശങ്ങളെ പോലെ ഈ പറയുന്ന പോലെ അവകാശമല്ല, അത് സ്റ്റേറ്റിന് കൊടുക്കുന്ന ചില ഡയറക്ഷൻസ് ആണ് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഭരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ എങ്ങനെ ഭരിക്കണം എന്ന് നൽകുന്ന ഉപദേശങ്ങളാണിത്. ഇവിടെ നോക്കിയേ, മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവകാശമാണോ മാർഗനിർദ്ദേശക തത്വമാണോ? ഇന്ത്യൻ ഭരണഘടനയിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവകാശത്തിനകത്ത് വരുന്നതാണോ മാർഗനിർദ്ദേശക തത്വങ്ങൾ വരുന്നതാണോ? ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, മൗലിക അവകാശങ്ങളല്ലേ? ഇതൊക്കെ മാർഗനിർദ്ദേശക തത്വങ്ങളെന്ന് പറയാം. 2 എന്ന് പറയുന്നത് എന്താണ്? അത് മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 25, 26, 27, 28, 30 അത്രയും ആർട്ടിക്കിൾസിൽ പറയുന്ന മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിലുള്ള അവകാശം. അത് വർദ്ധിപ്പിക്കുക എന്നുള്ള മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്, മാർഗനിർദ്ദേശക തത്വങ്ങളല്ല. അപ്പോൾ 2 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 21ൻ്റെ ആൻസർ A ആണ്. ഇനി ഞാനൊരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരട്ടെ. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഇത് നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളത് വരുന്നതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്ന് റീഫ്രെയിം ചെയ്യാം. കാര്യം നമ്മളെപ്പോഴും ചോദ്യം ഇടുന്ന ആളുടെ അല്ലെങ്കിൽ എക്സാമിനറിൻ്റെ സൈഡിൽ നിന്ന് വേണം ചിന്തിക്കാൻ. അയാൾ ഇനി അടുത്ത ചോദ്യം ഇങ്ങനെ ഇടുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്, ഒരു സംശയമില്ല, സമ്മതിച്ചു ഞാൻ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന അവകാശം എവിടെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചാലോ? അവകാശം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മൗലിക അവകാശങ്ങളായിരിക്കും. ബിക്കോസ് ആർട്ടിക്കിൾ 21ൻ്റെ വ്യാഖ്യാനത്തിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്, ഡീസൻറ്റ് ലൈവ്ലിഹുഡ്, ഡീസൻറ്റ് ജീവിത നിലവാരം ഓരോ മനുഷ്യൻ്റെ മൗലിക അവകാശമാണെന്നുള്ളത്. വെറുതെ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. മികച്ച ജീവിത നിലവാരത്തിലുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൗലിക അവകാശമാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തരം ടെക്നിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പം നമ്മുടെ LDCയുടെയും +2 ലെവലിൻ്റെയും പ്ലേലിസ്റ്റ് യൂട്യൂബിലുണ്ട്. ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്ത് കാണുക. കുറേ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് അതുവഴി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനേ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ചോദ്യം കൂടെ ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ട് അടുത്തൊരു ചോദ്യം, സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ചോദ്യം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരാം. ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യം എന്താ? ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങൾ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. മൗലിക കർത്തവ്യങ്ങൾ പെടാത്തത്. ഓക്കെ, നേരത്തെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചതെങ്കിൽ ഇപ്പോൾ മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തതെന്ന് ചോദിച്ചിട്ടുള്ളൂ അല്ലേ? മൗലിക കർത്തവ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് ആയിട്ടുള്ള സിറ്റിസൺ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ഒരു മാന്യനായിട്ടുള്ളൊരു പൗരൻ സ്ത്രീകളോടും കുട്ടികളോടും മാന്യമായിട്ട് തന്നെ പെരുമാറും. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അവൻ പ്രകൃതിയെ സംരക്ഷിക്കും, നികുതി അടയ്ക്കൂ. ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസും ജോലി, ഇത്രയും അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള രാജ്യങ്ങൾ കുറവാണ്. അല്ലെങ്കിൽ എത്രയും പാവപ്പെട്ട ആൾക്കാരുള്ള രാജ്യങ്ങൾ, ഈ രാജ്യത്തിൽ ജീവിക്കുന്നൊരു വ്യക്തി നികുതി അടച്ചേ പറ്റൂ എന്നുള്ളത് മൗലിക അവകാശമായിട്ട് മാറുമോ? ജോലി ഉള്ളവൻ ഇൻകം ടാക്സ് റൂൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് കൊടുക്കണം. മൗലിക കർത്തവ്യങ്ങൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ളതാണ്. ഇത് ഇന്ത്യ പോലും രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ ഇത് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നതിനകത്ത്? നോ. അപ്പോൾ അങ്ങനെ കോമൺ സെൻസ് ആലോചിക്കുക. അത് അങ്ങനെ പറഞ്ഞാൽ അതൊരു മോശപ്പെട്ടൊരു കാര്യമല്ലേ? മൗലിക കർത്തവ്യങ്ങളിൽ ഒന്നും നികുതി അടയ്ക്കുക എന്നുള്ളതാണ്. നികുതി അടയ്ക്കാൻ വകുപ്പില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അപ്പുറത്തെ വീട്ടിലെ ചായക്കട ഇട്ടുണ്ടെങ്കിൽ ചേട്ടൻ, പുള്ളിക്ക് നികുതി അടയ്ക്കാനുള്ള മാർഗ്ഗമില്ല, പുള്ളി എന്ത് ചെയ്യും? ജോലി ഇല്ലാത്തൊരു ചേട്ടൻ, ആ ചേട്ടൻ ഈ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് നികുതി അങ്ങോട്ട് അടയ്ക്കാൻ പറയുന്നത്. ഇത് ശരിയാണോ? നോ. ഫോർത്ത് എന്തായാലും വേണം, രക്ഷകർത്താക്കൾ, അതായത് കുട്ടികളുള്ള ആൾക്കാരാണ് രക്ഷകർത്താക്കൾ, അവർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ഇതേ ലോജിക്കാണ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നത്. വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ട് ഇടുക എന്ന് പറയുന്നതും മൗലിക കർത്തവ്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം ഞാൻ ജയിലിൽ കിടക്കാന്നിരിക്കട്ടെ, എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് വോട്ടിംഗ് മൗലിക കർത്തവ്യം എൻ്റെ ജയിലിന് പുറത്തിറക്കണമെന്ന്? നോ. അതുകൊണ്ടാണ് വോട്ടിംഗ് ഒരു മൗലിക കർത്തവ്യമോ മൗലിക കടമയോ അല്ലെങ്കിൽ മൗലിക അവകാശമോ ആവാത്ത. അതുകൊണ്ടാണ് ടാക്സിൻ്റെ കേസും അത് തന്നെയാണ്.
അപ്പോൾ ഈ രീതിയിൽ സ്മാർട്ടായിട്ട് കണ്ടൻറ്റും പഠിക്കണം, അതിനോടൊപ്പം അതിൻ്റെ ലോജിക്കും പഠിക്കണം. ഇത് നിങ്ങൾ ജന്മത്തിന് മറക്കത്തില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ജന്മത്ത് മറക്കാൻ പോകുന്നില്ല. കണ്ടൻറ്റ് മാത്രം ഇങ്ങനെ തത്തമ്മേ പൂച്ച എന്നുള്ള രീതിയിൽ പഠിക്കുമ്പോഴാണ് പഠനം വിരസമാവുന്നത്. പക്ഷേ അനലിറ്റിക്കലായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ സിലബസ് പഠിക്കുകയാണെങ്കിൽ, കാര്യം PSCയുടെ സിലബസ് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ടീച്ചിങ്ങിലേക്ക് എനിക്ക് ഇത്ര പാഷനേറ്റായിട്ട് ഇറങ്ങാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ്. PSCയുടെ സിലബസ് അത്രയും അടിപൊളിയായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. സോ വോട്ടിങ്ങും ഈ പറയുന്ന പോലെ നികുതി അടയ്ക്കുക എന്നുള്ളതൊന്നും മൗലിക അവകാശമോ കർത്തവ്യമോ ഒന്നും അല്ല എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക കേട്ടോ. പക്ഷേ ഇത് ഭരണഘടനാപരമായ അവകാശമാണ്. അത് മൗലിക അവകാശമല്ല, പക്ഷെ ഭരണഘടനാപരമായ അവകാശമാണ്. ആർട്ടിക്കിൾ 325, 326 പറയുന്നുണ്ട്. ഇത് മൗലിക അവകാശമല്ല, പക്ഷെ ഭരണഘടനാപരമായ അവകാശമാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ചിലപ്പം ചോദ്യം വരാൻ വളരെയധികം സാധ്യതയുണ്ട്. ഈ ചോദ്യം നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ഇത് സ്പെഷ്യൽ ടോപ്പിക്സ് ചോദ്യം തന്നെ. നിങ്ങൾ കോമൺ സെൻസ് ഇതിന് ഉത്തരം കിട്ടാൻ പറ്റുമോ നോക്കാം. ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന എന്താ? പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഔദ്യോഗിക ചുമതല നിർവഹിക്കാൻ ഏത് സ്വകാര്യ സ്ഥലത്തും യാതൊരു പരിഗണനയില്ലാതെ പ്രവേശിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള കേസ് എടുത്ത് ആലോചിക്കാം. ഓക്കെ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്റർ. ഇവിടെ പോലീസിന് ഔദ്യോഗിക കർത്തവ്യം നിർവഹിക്കേണ്ട ചുമ്മാ വാതിലും ചവിട്ടി പിടിച്ച് കയറാൻ പറ്റുമോ? അല്ലെങ്കിൽ വാഷ്റൂംസ്, നിങ്ങൾ മനുഷ്യൻ്റെ ഏറ്റവും പ്രൈവസി വേണ്ട സ്ഥലമാണ് വാഷ്റൂംസ്, ബെഡ്റൂംസ് പോലുള്ള സ്ഥലങ്ങൾ. അവിടെ ഇത് വർക്കൗട്ട് ആവുമോ? നിങ്ങൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്ത് ആലോചിച്ച് നോക്കുക. അപ്പം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു നിങ്ങൾക്ക്. തെറ്റാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഡിയും പോവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എയും ബിയും ശരിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ചിട്ടേ ഇല്ലെങ്കിൽ പോലും 50-50 എത്തി. ഇനി അടുത്ത് നിങ്ങളുടെ കൂടമാണ്. ഇത് കുത്തിയേ പറ്റത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾ എക്സാം ഹോളിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ഫുള്ള് കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അല്ലെങ്കിൽ ഉള്ള മാർക്കും കൂടെ നിങ്ങളുടെ പോകും. കൃത്യമായിട്ടുള്ള പരിശീലനം. ഇപ്പോൾ എൻ്റെ ബാച്ചിലർ സ്റ്റുഡൻസ് നമ്മുടെ യൂട്യൂബ് കാലങ്ങളായിട്ട് കാണുന്ന ആൾക്കാർക്കും ഇത് കൃത്യമായിട്ട് അറിയാം. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായി പരിശീലനം നേടിയിട്ട് തന്നെ പോവുക. അതിന് വേണ്ടി ധാരാളം ഫ്രീ കണ്ടന്റ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. നമ്മുടെ ബാച്ചസ്, അഫോർഡബിൾ ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇപ്പോൾ BA അല്ലെങ്കിൽ CA കറക്റ്റ് ആവുള്ളൂ. പോലീസിൻ്റെ പ്രവർത്തനത്തിന് പൊതുവായ മാർഗ്ഗങ്ങൾ കേരള പോലീസ് ആക്ടിൽ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്രമസമാധാനം പോലീസിൽ നിന്ന് അന്വേഷണം വേർതിരിക്കാനായിട്ട് പ്രദേശത്തെ ജനസംഖ്യ പരിഗണിച്ച പോലീസ് മേധാവി ഉത്തരവിടാമെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു ആൻസർ കറക്റ്റായി വരത്തുള്ളൂ. ഇതിനകത്ത് ഏത് ആൻസറാണ് കറക്റ്റ് ആവാനുള്ള സാധ്യത? പോലീസിൻ്റെ പ്രവർത്തനത്തിനുള്ള പൊതുവായ നയങ്ങൾ പോലീസ് ആക്ടിൽ പറയുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ, അതോ ഇത്രയും ടെക്നിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക. കാര്യം നിങ്ങളാണ് നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യേണ്ടത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യും. സ്ട്രെസ് ഫ്രീ ആയിട്ട് തന്നെ CPO പരീക്ഷ പോയി എഴുതും. കാക്കി എന്ന് പറയുന്ന ആ ഒരു നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കുന്ന കമൻറ്റ് സെക്ഷനിൽ ഇപ്പം തന്നെ അഫേം ചെയ്യുക. ഈ വീഡിയോയ്ക്ക് അടുത്തൊരു പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കാര്യം നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയ്ക്ക് തന്ന ഒരു പ്രോത്സാഹനമാണ് നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നിങ്ങൾക്ക് മാർക്ക് കൂടുന്നുണ്ട് ഉറപ്പുണ്ട്. അത്രയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രിപ്ഷനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കും തരാം. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്നതനുസരിച്ചിട്ടായിരിക്കും ഞങ്ങൾക്കും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ മറ്റൊരു ദിവസം കാണാം. താങ്ക് യു. ബൈ.